എന്തു പറഞ്ഞാ എൻ്റെ മകനെ ഒന്ന് സമാധാനിപ്പിക്കുക? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൻ ഇപ്പോഴും മറ്റുള്ളവരോട് പൊട്ടിത്തെറിക്കാതിരിക്കുന്നുണ്ടല്ലോ. ആ, അത് തന്നെയാണ് അവനെ മുതലെടുക്കുന്നവരുടെ ലാഭം. മുത്തശ്ശി, ആ തട്ടം തന്നെ ഗത പിടിക്കും. ആ തീപ്പിടിതാ. അയ്യോ അമ്മേ, അയ്യോ പൊള്ളിയില്ലോ മോനെ. മോനിങ്ങോട്ട് വാ. തിരുമേനി, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നാഗത്തറയിൽ നാഗദൈവങ്ങൾ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചതാണ് അവരെ. എല്ലാം വിഘ്നങ്ങളാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൂജാവേളയിൽ ഒരിക്കലും അവരുടെ ജീവിതത്തിന് ഒരു തടസ്സവും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. മുത്തശ്ശി, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. മാഡം. തിരുമേനി, തെറ്റുകൾ എന്തെങ്കിലും വന്നാണെങ്കിൽ അതിന് പ്രായശ്ചിത്ത പൂജകൾ ചെയ്യണം. ആവാം. നാഗത്തിൽ നടന്നത് അനുഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നടന്നത് വിലക്കല്ലേ? എല്ലാം നാഗദൈവങ്ങളുടെ ഹിതമാണെന്ന് ഇനി പറയാൻ പറ്റുമോ? അയ്യോ അച്ഛാ, അയ്യോ അയ്യോ അച്ഛാ, അയ്യോ അച്ഛാ, വേദനിക്കുന്നുണ്ടോ ചേട്ടാ? അയ്യോ അച്ഛാ, വേദനിക്കുന്നുണ്ടോ? ഉദയ, ഉദയ, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ കാര്യം ചോദിക്കാനുണ്ട്? എന്റെ മൂടിന് തീ പിടിച്ചിരിക്കുമ്പോ ആരെങ്കിലും ചോദ്യം ചോദിക്കോളയാ? അളയല്ലേ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകണയാ? ഓ, പൊള്ളിയിട്ട് എനിക്ക് ബാരിച്ചിട്ട് നിൽക്കാൻ വയ്യളയാ, പ്ലീസ്. ഉദയ, സത്യം പറയണം. കർപ്പൂരത്തട്ടിൽ നിന്ന് ഭസ്മം ആളിപ്പടർന്നത് അതിൽ ഗൺ പൗഡറിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. അത് കലർത്തിയത് നീയാ. ഞാൻ ഒരു ഗൺ പൗഡർ, ഒരു കൂൺ പൗഡറും കണ്ടില്ല. എന്റെ ദൈവമേ, ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം എന്റെ തലയ്ക്കാണല്ലോ വന്ന് വീഴുന്നത്. അയ്യോ അളയാ, പെട്ടെന്ന് ആശ്രയം കൊണ്ടു അളയാ. അയ്യോ അച്ഛാ, വാ അച്ഛാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഉദയ, നന്ദൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. ഓ, അയ്യോ, ഇത് എന്ത് ചോദ്യമേ? ഓദേട്ടന് ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് അമ്മയ്ക്ക് അറിയോ? ഇതെല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലല്ലോ നിർമ്മല. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഉദയേട്ടന് ഇവിടെ കിടന്ന് വേദന ചാവണമെന്നാണോ? മുത്തശ്ശി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോട്ടെ. നിർമ്മലെ, ഇത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാം. എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരട്ടെ. ഇതിന്റെ പിറകിൽ എന്താ നടന്നെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. നവീനും കൂടെ ഹോസ്പിറ്റലിൽ പോയിക്കൂടെ? കൈ പൊള്ളിയിട്ടുള്ളതല്ലേ? അതൊന്നും സാരമില്ല മാഡം. ആര് ചതിച്ചതായാലും എല്ലാം മുടങ്ങി കിട്ടുന്നുണ്ടല്ലോ. ഇനി എത്ര കാലം സഹിക്കണം മുത്തശ്ശി?
നന്ദേട്ടാ, എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു എന്ന് കരുതുമ്പോഴാ പുതിയതിങ്ങനെ ഓരോന്നായിട്ട് തുടങ്ങുന്നത്. ഒരിക്കലും ഇതിനൊന്നും ഒരു അവസാനമില്ലേ? എത്ര പൂജകൾ, എത്ര വഴിപാടുകൾ, എത്ര പ്രാർത്ഥനകൾ, എന്നിട്ടും നമ്മുടെ മക്കൾക്ക് മാത്രം ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ അമ്മേ. നമ്മളെല്ലാവരും മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ട് സുമിത്രേ. പക്ഷേ കൂട്ടത്തിൽ നിന്നുകൊണ്ട് മറിച്ച് പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്. എന്തു പറഞ്ഞ എന്റെ മകനെ ഒന്ന് സമാധാനിപ്പിക്കുക. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൻ ഇപ്പോഴും മറ്റുള്ളവരോട് പൊട്ടിത്തെറിക്കാതിരിക്കുന്നുണ്ടല്ലോ. ആ, അത് തന്നെയാണ് അവനെ മുതലെടുക്കുന്നവരുടെ ലാഭം. മാം, എല്ലാവരും മാമിന്റെ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാ പറയുന്നത്. അതെ സിനി, അവരുദ്ദേശിക്കുന്ന എന്നെ തന്നെയാ. അതിനെന്ത് മറുപടി പറയണമെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. ആ, ഒരപകടം സംഭവിച്ചിട്ടാണെങ്കിലും ഇന്നത്തെ ഈ ശാന്തി മുഹൂർത്തം അങ്ങ് മുടങ്ങി കിട്ടിയല്ലോ. ദൈവം എൻ്റെ കൂടെയാ, എൻ്റെ മോളുടെ. ഹലോ മാഡം. മൂർത്തി, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം നടന്നു. കൃഷ്ണയ്ക്ക് ജ്യൂസ് കൊടുത്തപ്പോ ഞാൻ അതിൽ പോയ്സൺ ചേർത്തു. അവൾ അത് മുഴുവനും കുടിച്ചു. എന്നിട്ട് ഇപ്പൊ ചെറിയൊരു മയക്ക. ഇതുവരെ കുഴപ്പങ്ങളൊന്നും കാണിച്ചു തുടങ്ങിയിട്ടില്ല. ആ വിഷം ഉള്ളിൽ ചെന്നു കഴിഞ്ഞാ ആർക്കും അധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല മാഡം. ചിലപ്പോ ഉറക്കത്തിലെ ആരും അറിയാതെ അങ്ങ് തീരും. അതല്ല, ബഹളം വച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചാലും രക്ഷയൊന്നുമില്ല. 1 മണിക്കൂർ തികയും മുമ്പേ അവളുടെ ജീവൻ പോയിരിക്കും. അപ്പോ തീർന്നു തന്നെ ഉറപ്പിക്കാം അല്ലേ മൂർത്തി? ആ പോയിസന്റെ ശക്തി അപാരമാണ് മാഡം. ഒരിക്കലും രക്ഷപ്പെടില്ല മാഡം. അങ്ങനെ അനിയൻ കുഞ്ഞിന്റെ മോളെ നമ്മൾ അങ്ങ് അവസാനിപ്പിച്ചു.